ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ക്രിസ്മസ് സ്റ്റാർ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണം. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇനി ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിത് പ്രിൻ്റുള്ള പേപ്പറിൽ കളർ ചെയ്തെടുത്തതാണ്. ഇതേപോലെ കുറച്ച് പ്രിൻ്റ് ഉണ്ടെങ്കിൽ അത് അകത്താക്കി മടക്കാം. ഇനി പേപ്പറിനെ ഇതേപോലെ മടക്കി ഒരു സ്ക്വയറായിട്ട് വെട്ടിയെടുക്കണം. നിങ്ങൾക്ക് സ്റ്റാർ എത്ര വലിപ്പം വേണം അത് കണക്കാക്കിയുള്ള പേപ്പർ എടുക്കാം. ഇതുപോലെ നല്ലതുപോലെ മടക്കണം. ഇനി ഈ ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി ഇതേപോലെ നൂത്തെടുത്തതിന് ശേഷം ഇതേപോലെ മടക്കണം. നേരത്തെ മടക്കിയ മടക്കിൻ്റെ അവിടെ കൊണ്ടുവരണം. ഇനി ഈ സൈഡും അതേപോലെ മടക്കണം. കുറച്ച് ഭാഗം ആദ്യം മടക്കിയതിൻ്റെ പുറത്തായിട്ട് വരത്തക്കവണ്ണം മടക്കണം. രണ്ടും തമ്മിൽ ഒട്ടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ മടക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് ഗ്ലൂ തേച്ചതിന് ശേഷം ഒട്ടിക്കണം. സ്കെയിൽ കൊണ്ട് ഇതേപോലെ ആക്കണം, അല്ലെങ്കിൽ രണ്ട് പേപ്പറും കൂടെ ഒട്ടിപ്പിടിക്കും. ഇനി താഴ്ഭാഗത്തുള്ള പേപ്പർ കട്ട് ചെയ്ത് കളയണം. ഇതേപോലത്തെ 5 എണ്ണം വേണം. 5 എണ്ണം ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് 3.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഇനി ഇവിടെ നിന്ന് താഴോട്ട് ഒരു ലൈൻ കൊടുക്കണം. അതേപോലെ ഈ സൈഡിലും ഒരു ലൈൻ കൊടുക്കണം. ഇനി വരച്ച ഭാഗം അത്രയും കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഈ സൈഡും 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഈ സൈഡും 1 സെൻറ്റിമീറ്റർ. എന്നിട്ട് 2 ഡോട്ടും കൂടെ യോജിപ്പിച്ചതിന് ശേഷം അത്രയും ഭാഗം വെട്ടിക്കളയണം. അതേപോലെ ഈ സൈഡും അടയാളപ്പെടുത്തി വെട്ടിക്കളയണം. ഇനി ഈ ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്തു നിന്നും 1/4 ഇഞ്ച് മാറ്റി അടയാളപ്പെടുത്തണം. 2 സൈഡിലും അടയാളപ്പെടുത്തണം. എന്നിട്ട് മുകളിലത്തെ ഡോട്ടും ഇതും കൂടെ യോജിപ്പിച്ചിട്ട് വെട്ടിക്കളയണം. ഇതേപോലെ വെട്ടിയെടുക്കണം. ഇനി സ്കെയിൽ വെച്ച് ഈ ഭാഗം മുകളിലോട്ട് മടക്കണം. ഇതേപോലെ ഈ സൈഡ് മടക്കണം. ഇനി മടക്കി 2 ഭാഗവും കട്ട് ചെയ്ത് കളയണം. ഇനി ഈ 2 ഭാഗവും സ്കെയിൽ വെച്ച് മുകളിലോട്ട് മടക്കണം. ഇതേപോലെ എല്ലാം മടക്കണം. ഇനി ഇവിടെ നിന്ന് മുകളിലോട്ട് 4 സെൻറ്റിമീറ്റർ എടുക്കണം. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ 4 സെൻറ്റിമീറ്റർ എടുത്തത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റാറിൻ്റെ വലിപ്പം അനുസരിച്ച് അകലം കൂട്ടിയെടുക്കണം. 2 സൈഡിലും
ഒരേപോലെ എടുക്കണം. ഇനി മുകളിൽ നിന്നും താഴോട്ട് 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. ഇനി ഇവിടെ നിന്ന് താഴോട്ട് 7.5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തണം. അതേപോലെ ഈ സൈഡും അടയാളപ്പെടുത്തണം. ഇനി 3 പോയിൻറ്റും കൂടെ യോജിപ്പിക്കണം. ഇവിടെ നിന്ന് 8 സെൻറ്റിമീറ്റർ എടുക്കണം. ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ എടുത്ത് ഇതേപോലെ വളച്ച് വെട്ടണം. എന്നിട്ട് ഇതേപോലെ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി എടുത്ത് വെച്ച് ഇതേപോലെ വരയ്ക്കണം. ഈ സൈഡിൽ അതിനെ മറിച്ച് വെച്ച് വരയ്ക്കണം. എന്നാലേ കറക്റ്റായിട്ട് കിട്ടും. ഇനി ആ ലൈനിൽ കൂടി 6 ഡോട്ട് കൊടുത്തു. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത് കണക്കാക്കി കൊടുക്കണം. മുകളിൽ നടുക്കൊരു ഡോട്ടും 2 സൈഡിലും 2 ഡോട്ട് വെച്ച് കൊടുത്തു. ഇനി ഈ ഡോട്ട് കൊടുത്ത ഭാഗത്തിന് ഇതേപോലെ പഞ്ച് വെച്ച് ഹോളിട്ട് കൊടുക്കണം. ഇനി ഈ ഭാഗത്തും അതേപോലെ ഹോളിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ഹോളിട്ട് കൊടുത്തു. എല്ലാ പേപ്പറും കൂടെ ഒന്നിച്ച് വെച്ച് ഹോളിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഹോളിടണം. അല്ലെങ്കിൽ ഇതേപോലെ ഓരോന്നിൻ്റെയും പുറത്ത് വെച്ചിട്ട് ഈ ഹോളിൽ കൂടി ഡോട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് ആ ഡോട്ട് കണക്കാക്കി ഹോളിടണം. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ കിട്ടും. ഇനി പഞ്ചില്ലാത്തവർ സൂചിയോ പിന്നോ ഉപയോഗിച്ച് ഒരു ചെറിയ ഹോൾ കൊടുത്തതിന് ശേഷം ആണി വെച്ച് വലുതാക്കി കൊടുത്താൽ മതി. ഇനി ഈ ഭാഗത്ത് ഗ്ലൂ തേച്ചതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. ആദ്യം മടക്കി വെട്ടിക്കളഞ്ഞ ഭാഗം ഗ്ലൂ തേച്ചതിൻ്റെ പുറത്ത് വെച്ച് ഒട്ടിക്കണം. ഇതേപോലെ വച്ചതിന് ശേഷം ആ മടക്കിയ ഭാഗം അതിൻ്റെ പുറത്തോട്ടാക്കി ഒട്ടിക്കണം. 2 സൈഡും ഒട്ടിക്കണം. ഇനി ഈ ഭാഗത്ത് ഗ്ലൂ തേച്ചതിന് ശേഷം എല്ലാം ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഒരു സ്കെയിൽ കൊണ്ട് ഇതേപോലെ ആക്കി അകത്തൊന്ന് നൂത്തെടുക്കണം. അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്നിരിക്കും. ഇപ്പോൾ എല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി മുകളിൽ കാണുന്ന മടക്ക് വെട്ടിക്കളയണം. ഇനി ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്ത് 2ആയിട്ട് മടക്കി ഒരു ചെറിയ റൗണ്ട് വെച്ച് വെട്ടിയെടുക്കണം. ഇതേപോലെ 2 റൗണ്ട് വെട്ടണം. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ 2 സൈഡിലായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലും താഴെയായിട്ട് ആ റൗണ്ട് വെച്ച് ഒട്ടിക്കണം. ഇനി ഈർക്കിലോ ടൂത്ത് പിക്കോ എടുത്ത് ഇതേപോലെ 2 പീസ് എടുത്തിട്ട് 2 നൂലിലും ഇതേപോലെ കെട്ടണം. ഇനി റൗണ്ട് ഒട്ടിച്ചതിൻ്റെ നടുക്കായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. 2 സൈഡിലും ഹോൾ ഇടണം. നടുക്കുള്ളതിലൊന്നും ഇടണ്ട, 2 സൈഡിലുള്ളതിൽ മാത്രം ഹോൾ ഇടണം. എന്നിട്ട് ആ 2 ഹോളിലും കൂടി നൂൽ കൊരുത്തെടുക്കണം. ഇനി ഇതിനെ നൂത്തെടുക്കാം. ഇനി ഇതിനകത്ത് ബൾബിടാം. ബൾബിട്ട് ലൈറ്റ് കത്തിക്കാം. ബൾബിട്ടില്ലെങ്കിൽ ഇതേപോലെ കട്ടിയതിന് ശേഷം ഫ്രണ്ടിൽ തൂക്കിയിടാം. ക്രിസ്മസ് സ്റ്റാർ എളുപ്പത്തിൽ ഉണ്ടാക്കാം. 1 രൂപ പോലും ചിലവില്ലാതെ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വച്ച് തന്നെ ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാം. കുട്ടികൾക്കും ഇതുണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം.
ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാൻ അധികം ആർക്കും അറിയില്ല. അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ക്രിസ്മസ് സ്റ്റാർ റെഡിയായി. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.